എല്ലാവർക്കും മാജിക് ആൻഡ് കിച്ചൺ ആൻഡ് ട്രാവലിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ കടലപ്പരിപ്പ് കൊണ്ടുണ്ടാക്കുന്ന ഒരു റൈസാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോയിലോട്ട് പോകാം. മൂന്ന് പീസ് സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ 4 ഇഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെപ്പ് എടുത്തിട്ടുണ്ട്, വെൽവെറ്റ് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്, 100 ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അരമണിക്കൂർ പിന്നെ കുതിർത്ത് വെച്ച കടലപ്പരിപ്പാണ്. 2.5 കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്, 2 മണിക്കൂർ പിന്നെ കുതിർത്ത് വെച്ച അരിയാണ്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് 4 പീസ് ഏലക്കായ്, 2 പീസ് പട്ടയും കുറച്ച് കുരുമുളക് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇതിലേക്ക് വെക്കുന്നുണ്ട്. അത് മൂപ്പായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓണിയനും നമുക്ക് ഇതിലേക്ക് വെക്കാം. സവാള ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, നമുക്കിതിലേക്ക് കൈ വെച്ച പരിപ്പ് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് വെക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് പരിപ്പൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. പരിപ്പൊന്ന് ഡ്രൈ ആവുന്നത് വരെ നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. കടലപ്പരിപ്പ് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്, നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്കായി മസാല എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിന് സാൾട്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അരി എത്രയാണോ അതിൻ്റെ ഡബിൾ നമുക്ക് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്, നമുക്കിതിലേക്ക് കഴുകി വെച്ച അരി നമുക്ക് ചേർത്ത് കൊടുക്കാം. 15 മിനിറ്റ് നല്ല തീയിൽ നമുക്ക് തിളപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് വെള്ളം വറ്റിയതിന് ശേഷം ഒന്ന് ദമ്മിട്ടെടുക്കാം. 15 മിനിറ്റ് ഫുൾ തീയിൽ നമ്മളൊന്ന് വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കട്ട് ചെയ്ത് വെച്ച മല്ലിയില കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്കായിട്ട് കുറച്ച് ബട്ടർ പീസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 kg ചേർത്താൽ മതി കേട്ടോ. ഇതിൽ നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കൂടി നമുക്ക് ചെറിയ തീയിലൊന്ന് ദമ്മിട്ടതിന് ശേഷം വെള്ളം ഫുള്ള് വറ്റിച്ചതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലാണിത്. നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റൈസ് കടലപ്പരിപ്പ് കൊണ്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുവെങ്കിൽ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ ഇതുപോലുള്ള നല്ല നല്ല വിഭവങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്. വീഡിയോസ് എല്ലാം കാണാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് എല്ലാം കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഭവങ്ങളുമായി നമ്മൾ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.